ഫ്ലിപ്കാർട്ടിൻ്റെ മെയിൻ പേജിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ മെയിൻ ഓപ്ഷൻ, പിന്നെ ലോൺസ്, പിന്നെ ഗ്രോസറി, അതുപോലെ ട്രാവൽ. ഈ ട്രാവൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടാതെ ഹോട്ടൽസും ബസ്സും നമുക്ക് ഇതിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയാണ്. ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫ്രം എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊച്ചി കൊടുക്കുകയാണ്. കൊച്ചി. അതുപോലെ നമുക്ക് പോകേണ്ട സ്ഥലം അതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ബാംഗ്ലൂരാണ് കിടക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ BLR എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ വരും. ശേഷം നമുക്ക് ഡേറ്റ്. ഇപ്പോൾ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വന്ന മാസങ്ങളിലേക്ക് റേറ്റും ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാസങ്ങൾ കുറച്ച് കഴിയും തോറും റേറ്റ് കുറയുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഫെബ്രുവരി 1 ഡേറ്റിൽ 2398 റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എത്ര പേരുണ്ടോ അതിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരെണ്ണേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം സെർച്ച് ഫ്ലൈറ്റ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഫ്ലൈറ്റിനാണ് ഈ ഒരു 2398 ഉള്ളത്. താഴത്തേക്ക് നോക്കുമ്പോൾ 2400, അങ്ങനെ റേറ്റ് കൂടിയതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്കിവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഏത് ടെർമിനലിലാണ്, എവിടെ നിന്നാണ് നമുക്ക് കയറേണ്ടത്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫെയർ ടൈപ്പ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് കൂടി ഞാൻ പറഞ്ഞു തരാം. അതും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ അപ്ലൈ കൂപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കൂപ്പൺ കോഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും താഴത്ത് ഫ്ലൈ FK എന്ന് കാണാം. ഒന്നില്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് ചില സമയത്തായിട്ട് കണ്ടില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഫ്ലൈ FK. ശേഷം അപ്ലൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം 10%, ഒരു 320 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ വന്നേക്കുന്നത് 2003 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റിന് പോകാനായിട്ട് കൊടുക്കേണ്ട പൈസ. അപ്പോൾ അതിൽ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രാവലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ ആഡ് അഡൽട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവലേഴ്സിൻ്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് UPI കാർഡോ എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഇമെയിലിൽ PDF ആയിട്ട് ലഭിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.